തിരഞ്ഞെടുപ്പിലെ ഈ സംഘർഷങ്ങളിലൊക്കെ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താൽ ആരംഭിക്കുകയും ചെയ്തു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് 6 വരെ തുടരും. അവശ്യ വാഹനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഹർത്താലിനോട് സഹകരിക്കില്ല എന്നും പ്രഖ്യാപിച്ചു. ആഷിഖ് റഹ്മാൻ ചേർന്നു. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഹർത്താൽ സമാധാനപരമാണോ? ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പൊലീസ് സ്റ്റാൻഡിലാണ്. ഒരുപാട് പ്രൈവറ്റ് വാഹനങ്ങളും KSRTC അടക്കമുള്ള നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. കോഴിക്കോടത്തെ പ്രമുഖമായ ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. അവിടെ രാവിലെ എത്തുന്ന സമയത്ത് ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്ന സമയത്ത് നമുക്ക് ആകെ കാണാൻ കഴിഞ്ഞത് ദീർഘദൂര ബസ്സുകൾ മാത്രം ഓടുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ അടുത്തുള്ള ജില്ലകളിലേക്കുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് രാവിലെ സർവീസ് നടത്തുന്നത്. മറ്റ് ബസ്സുകളൊന്നും സർവീസ് നടത്താതെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് തന്നെ ഇതിലെ ഏകദേശം ബസ്സുകളെല്ലാം സർവീസ് ആരംഭിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഹർത്താലിനോട് സ്വകാര്യ ബസ് ഉടമകൾ പ്രത്യേകിച്ച് സഹകരിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. കോൺഗ്രസ് വലിയൊരു സംഘർഷത്തിലേക്ക് പോകില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വ്യാപാരികൾക്കിടയിൽ അടക്കം വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഒരു ഞായറാഴ്ച ഇത്തരത്തിലൊരു ഹർത്താൽ വെക്കുന്നത് വ്യാപാരി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇതിനോട് സഹകരിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹർത്താൽ കൂടുതൽ സംഘർഷഭരിതമാകരുത് എന്നൊരു ഉദ്ദേശം കൂടി കോൺഗ്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹർത്താൽ ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ നടന്ന ഒരു ദിവസം നീണ്ടുന്ന സംഘർഷത്തിൽ വ്യാപകമായ സംഘർഷമായിരുന്നു നടന്നത് ചേവായൂരിൽ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഹർത്താൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അവശ്യ വാഹനങ്ങളെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വയനാട്ടിലും മറ്റന്നാൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിച്ചില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ്. അത് മുന്നേ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്നലെ വൈകിട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാരടക്കം ഈ KSRTCയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കടക്കം എത്തി ഇവിടേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇന്ന് വലിയ ബുദ്ധിമുട്ടായിരിക്കും നേരിടുക. എന്തായാലും ഇന്ന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ഹർത്താൽ വന്നിട്ടുള്ള പ്രത്യേകതയാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വിവരം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തായാലും സർവീസുകൾ പൂർണ്ണമായും പ്രത്യേകിച്ച് KSRTC സർവീസുകളൊക്കെ പൂർണ്ണമായി നിലച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ് സർവീസുകളും പൂർണ്ണമായി നിലച്ചിട്ട് ഒരു ബസ്സുകൾ പോലും നിർത്തിയിട്ടില്ല. ചേട്ടാ, എന്താ എവിടേക്ക് പോകാൻ വന്നാണോ? എവിടെയൊക്കെ വന്നാൽ ഞാൻ ഓട്ടോ ഡ്രൈവർ. ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഹർത്താൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യാന്നുള്ള ഇപ്പൊ എന്താ ഇപ്പോൾ നിങ്ങളെന്താ കണ്ടിക്കണോ? എന്താ തടയിലോ അങ്ങനെ എന്തോ റിപ്പോർട്ട് ചെയ്തിരുന്നോ? അല്ല, യാത്രക്കാരൊക്കെ വരുന്നുണ്ടോ? യാത്രക്കാർ ഇപ്പോൾ ഒരു 1-2 ദൂരത്തേക്കുള്ള ആൾക്കാർ ഓട്ടോ കയറി പോയി. ഇപ്പോൾ ഇനിയിപ്പോ എന്താ അറിയില്ല. ബസ്സുകൾ എന്തെങ്കിലും സർവീസ് നടത്തിയിട്ടുണ്ടോ? ബസ് ഇപ്പോൾ 2 ബസ് ഇവിടുന്ന് പോയിട്ടുണ്ട്. കുറ്റ്യാടി ബസ്സും ബാലുശ്ശേരി ബസ്സും പോയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് 5:15. പിന്നെ ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഇനി അങ്ങോട്ട് ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ പോലീസുകാരും എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ തടഞ്ഞിട്ടൊന്നുമില്ല. സിദ്ധലക്ഷ്മി, ഇവിടെ പോലീസുകാരടക്കം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സംഘർഷത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷയുടെ അപ്പുറത്താണ് വന്നിട്ടുള്ളത്. കാരണം ശരി, ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കോൺഗ്രസിന്റെ ഹർത്താൽ ആരംഭിച്ചു. സമാധാനപരമാണ് നിലവിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ്.